നമ്മുടെ ബിസിനസ് ഓൺലൈനിൽ ബ്രാൻഡ് ചെയ്യണം. പക്ഷേ നമ്മൾക്ക് അതെങ്ങനെ ചെയ്യണമെന്നറിയില്ല. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഓൺലൈനിലൊരു ബ്രാൻഡ് എന്ന് ആളുകൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പം അല്ലെങ്കിൽ അച്ചപ്പം, അത് നമ്മൾ നോർമൽ പാക്ക് ചെയ്തിട്ട് നമ്മളെന്താ നോർമലി ചെയ്യുന്നത്, വീടിനടുത്തുള്ള കടകളിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. അല്ലെങ്കിൽ നമ്മളെ റൂട്ടിൽ നമ്മൾ പോയിട്ട് അത് സെയിലാക്കാൻ ശ്രമിക്കും. പക്ഷേ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു 20 രൂപ മാസം മുടക്കാമെങ്കിൽ ഓൺലൈൻ സ്റ്റോർ നിങ്ങൾക്ക് ഷോപ്പിഫൈ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്കൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ MSME സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, MSME സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പലർക്കും GST ആണ് പ്രശ്നം. MSME സർട്ടിഫിക്കറ്റ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. GST സർട്ടിഫിക്കറ്റിനേക്കാൾ എളുപ്പത്തിൽ നോ കോസ്റ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് MSME സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് ഈസി ആയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഇപ്പോൾ ഇൻസ്റ്റാമോജോ, ഫോൺ പേ, റേസർ പേ പോലെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെവിടെയെന്ന്, ഇന്ത്യ എന്നല്ല ലോകത്തെവിടെയെന്ന് ആളുകൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റിന് ബ്രാൻഡിങ് വരും. അതായത് നിങ്ങളുടെ ബ്രാൻഡ് വിസിബിലിറ്റി കൂടും. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങളുടെ നാട്ടിലല്ലായിരിക്കും ആവശ്യക്കാർ, ഒരുപക്ഷെ തെലുങ്കാനയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ UP-യിലോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതൽ വിറ്റ് പോകുന്നത്. എങ്ങനെ ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യാമെന്ന് പഠിക്കാനുള്ള ലിങ്ക് നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്.